അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മളെപ്പോഴും കണ്ടിട്ടുള്ള സംഭവമുണ്ട്. ഞാൻ ഇപ്പോൾ അത് വേറൊരു ആംഗിളിൽ നിങ്ങളോട് പറയുകയാണ്. അതായത് ഈ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നത എന്നുള്ളത് ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത് തന്ന ഒരു ആധ്യാത്മിക പ്രമേയമാണ്. ദൈവ തിരുസന്നിധി സമ്പന്നത എന്ന് വെച്ചാൽ ഒരാൾക്ക് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ പറ്റുമെന്ന്. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. അപ്പൊ ഇവിടെ ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു കുർബാന ഇട്ടിട്ടുണ്ട് ഈശോ. എന്താ ഇട്ടിരിക്കണത്? ദൈവ തിരുസന്നിധിയിൽ ഒരു വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധ്യതയുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഈശോ ഐഡൻറ്റിഫൈ ചെയ്ത ഒരു അധ്യായ പ്രമേയമാണത്, ദൈവത്തിൻ്റെ സമ്പന്നത. ഇനി രണ്ട് തരത്തിലുള്ള ആൾക്കാരെ സമ്പത്ത് ശേഖരിക്കുന്ന രണ്ട് തരമായിട്ട് ഈശോ തിരിക്കും. എന്താണ്? ദൈവത്തിരുസന്നിധി സമ്പന്നത നേടുന്നവരും പിന്നെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിക്കുന്നവരും. ഇനി നമ്മുടെ ഒരു വിഷയം ദൈവത്തിരുസന്നിധി ഒരാൾക്ക് എങ്ങനെ സമ്പന്നനാകാൻ പറ്റും എന്നാണ്. അപ്പം നിക്ഷേപമുണ്ട്, നമ്മൾ തിരിച്ചൊന്നും വാങ്ങിക്കണില്ല, തിരിച്ച് വാങ്ങിക്കും. നമ്മൾ ഓരോരുത്തർ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റണില്ല. അതൊക്കെ ഇൻഷുറൻസ് പോലെ അങ്ങനെ കിടക്കുകയാണ്. അത് എങ്ങനെയാണ് ദൈവത്തിരുസന്നിധി സമ്പന്നനാകാൻ കഴിയണത്? ഇതൊരു ടെക്നിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ബൈബിൾ അറിയാമല്ല, ആധ്യാത്മികമായ ഒത്തിരിയേറെ നോട്ടുകളുള്ള ഒരു ട്രഷറാണ് ബൈബിള്. ലൂക്ക 6:35. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ ദൈവത്തിന് സന്മനാകാൻ ഉള്ള ഒരു എളുപ്പ വഴിയെന്ന് പറയണത് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യണതാണ്. നമ്മൾക്ക് രണ്ട് തരത്തിൽ സമ്പന്നരാകാൻ പറ്റും. ഒന്ന്, ഈ ദൈവ തിരുസന്നിധി തന്നെ നമുക്ക് ഇതുപോലെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നമുക്ക് സമ്പന്നത നേടാൻ പറ്റും. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയണത് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി 10 കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചാൽ ദൈവം ചിലപ്പോൾ 3 കാര്യങ്ങളെ നമുക്ക് സാധിച്ചു തരത്തുള്ളൂ. ബാക്കി 7 നമുക്ക് ന്യായമായിട്ട് തരാൻ പറ്റും. കാര്യം മറ്റുള്ളവർക്ക്, നമ്മളെക്കാൾ കഴിവില്ലാത്തവർക്കും യോഗ്യതയില്ലാത്തവർക്കും ദൈവവുമായി ബന്ധമില്ലാത്തവർക്കും ദൈവം അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ എന്തോ ദൈവം അത് റിസർവ് ചെയ്തിരിക്കുന്നു, തരണില്ല. അപ്പോൾ തിരിച്ചു കിട്ടും എന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ്. ആ പ്രതിഫലം ഏതാണ്? നിത്യതയാണ്. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെ ദൈവത്തിരുസന്നിധി സമ്പന്നനാകാൻ വേറെയും മാർഗമുണ്ട്. ഇപ്പോൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥന ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചില മനുഷ്യന്മാരെ നമ്മൾ ഇപ്പോൾ തന്നെ, ഞാൻ ഓരോ രോഗികളെയൊക്കെ ആശുപത്രി കാണാൻ പോകത്തില്ലേ, അപ്പോൾ ഉറ്റവരെയും സഹപ്രവർത്തകരെയും ഇതൊക്കെ എല്ലാം കാണാൻ പോകും. അല്ലാത്തവരെ എന്നെ പരിചയമുള്ള അടുപ്പമുള്ള ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്ന മനുഷ്യരെയൊക്കെ അവർക്ക് ആശുപത്രിയിൽ പെട്ടുപോകുമ്പോൾ ചെല്ലും. ഞാൻ ചെന്നവരെ പ്രാർത്ഥിക്കുമ്പോൾ
അവരെന്നെ കണ്ടാൽ ചിരിക്കത്ത് പോലും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. കാര്യം എന്താ, അവർ കോമായിലാണ്. ഞാൻ അവർക്ക് വേണ്ടി പണ്ടവർ എൻ്റെ നിഴൽ കണ്ട കയ്യും കൂപ്പി സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ച ആൾക്കാർ ഇപ്പം നിർവികാരമായിട്ട് എൻ്റെ മുഖത്ത് നോക്കും. എന്താ കാര്യം? അവർക്ക് ബോധമില്ല, അവരുടെ ബോധം പോയി, അവർ കോമായിലാണെങ്കിൽ പിന്നെ കണ്ണും തുറക്കത്തില്ല. ചിലർ കണ്ണ് തുറക്കും, പക്ഷെ നമ്മളെ മനസ്സിലാകത്തില്ല. അപ്പോഴും നമ്മൾ അവരൊക്കെ ഇപ്പം എന്തുമാത്രം ബൈസ്റ്റാൻഡേഴ്സ് ആണെന്നറിയാമോ? ഈ രോഗികളുടെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ എടുത്തുകൊണ്ട് അവരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണത്. ചിലരൊക്കെ ഇപ്പോൾ ആയിക്കൊണ്ടാണ് ചെയ്യണത്. കാര്യം ഞാനേ ഉള്ളൂ, ഇവർക്ക് മക്കളുണ്ടല്ല, ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, എല്ലാം എൻ്റെ മുതുകത്താണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ ആകിക്കൊണ്ടൊക്കെ ചെയ്യും. അത് ഇങ്ങനെ സാധാരണ ജഡിക മനുഷ്യരങ്ങനെ ചെയ്യും. പക്ഷേ ചിലർക്ക് നല്ല ബുദ്ധിയുള്ളവരുണ്ട്. അവരെന്താണ്, ഈ രോഗിയിൽ നിന്നൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ അവരിന് ബോധമില്ലാതെ മരിച്ചു പോവുകയുള്ളൂ. നമുക്കറിയാതെ അവർ ഇനി സുഖപ്പെട്ട് വന്ന് നമുക്കൊരു നന്ദി പറയത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ ഉള്ളവരെ നിങ്ങൾ വിഷമിക്കരുത്, അത് ഞാനാണെന്ന് കരുതിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നേ പറയില്ല. അപ്പം നിങ്ങൾക്ക് പ്രത്യുപകാരമോ പ്രതിഫലമായിട്ട് ഒരു പുഞ്ചിരിയോ കൈകുപ്പ് പോലും തരാത്ത ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതാണ് ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നത്. അപ്പം ഇതെല്ലാം തരുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നതിന് 10 പോയിൻ്റ് കൃപയുണ്ടെങ്കിൽ ഈ ഒരു പുഞ്ചിരി പോലും തരാത്ത ആൾക്കാരെ നമ്മൾ ആരും കാണാതെ തന്നെ, ഒരു നല്ല വാക്ക് പോലും കേൾക്കാതെ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് 1000 പോയിൻ്റ് കൃപയാണുള്ളത്. എന്താ കാര്യം? അത് കർത്താവാണെന്നും പറഞ്ഞാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെയാണ് ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാകണത്. കർത്താവിനും ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഫയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്, നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനൊട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിൽ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടിയോ എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30 വെളുപ്പിന് 5:30 സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016 ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പുള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മയിരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എല്ലാവരെ കൊണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു.
അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫച്ചൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫച്ചൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹോളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസമേ ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെയുള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. ഞാനങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു, അവിടെ പോയി എക്സാം ഹോളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിലും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക് അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിനും ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു, അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശോയോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു.
അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ അത് കൊടുക്കണം, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവളോടും പറഞ്ഞു നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഡോൺ വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് അറിയുന്നത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി, ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ആയിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHൻ്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും. അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല, ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടെ ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ് മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യയല്ല, ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിന്മേൽ എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്ക് 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് മെയിൽ തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം
സാധിച്ചു കിട്ടും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്കിന് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, ഇന്നതുപോലൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിന് ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് അല്ല എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ അയോഗ്യതകളും എല്ലാം എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയും എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്, ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 സ്തുതിയായിരിക്കട്ടെ. ഈശോയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെയും അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്സി പ്രിൻസ്, ഇത് ഹസ്ബൻഡ് പ്രിൻസ്, മൂത്ത മകൻ റിച്ചാർഡ് അന്റോണിയോ, ഇളയ മകൻ ആൽഫി പ്രിൻസ്. ഞങ്ങൾ വരുന്നത് കൊച്ചിയിൽ മുണ്ടമ്മേലി എന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് ലൂയിസ് ചർച്ച്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 11-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഹസ്ബൻഡ് 14 വർഷത്തോളം വിദേശത്തായിരുന്നു. എനിക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനോ നല്ലൊരു ഭവനം വയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു പോകുമ്പോഴേക്ക് ഇത്രയും നാളും വിദേശത്ത് നിന്ന് ആളുടെ ഒരവസ്ഥ അല്ലല്ലോ എന്ന് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു. പലരുടെയും ചോദ്യം ഞങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബോധ്യത്തിൽ ഹസ്ബൻഡ് അനാവശ്യമായി പൈസ കളയുന്ന ഒരാളല്ല, ഞാനും ആ രീതിയിൽ തന്നെ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ തന്നെ എൻ്റെ പിടിപ്പുകേടും എൻ്റെ കഴിവില്ലായ്മയാണ് ഇങ്ങനെയൊക്കെ ആയെന്നുള്ള വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മെൻ്റലി ഡൗണായി ആകെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ 2 പുതുക്കലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനും പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. പക്ഷേ 3ാമത്തെ പുതുക്കൽ ഹസ്ബൻഡ് വിദേശത്തു നിന്ന് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി നിർത്തിയൊരു പലചരക്ക് കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും കുറേ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ആ 3ാമത്തെ പുതുക്കൽ ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് മെയിനായിട്ട് വെച്ചത് ഒന്നെങ്കിൽ പലചരക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണേ, അല്ലെങ്കിൽ അത് നിർത്തിയാൽ അതിൻ്റെ മേലുള്ള കടം വീട്ടാനുള്ള വിധത്തിലൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം വെച്ചത്. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് മോൻ +2 കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ SSR നേവിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടണമെന്നും അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചത് ഹസ്ബൻഡിൻ്റെ കാര്യമാണ്.
ആ കമ്പനിയിൽ വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഹസ്ബൻഡ് നിർത്തി പോരാതെ എപ്പോഴും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ ആ കമ്പനിക്കൊന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം, അല്ലെന്നാണെങ്കിൽ ഹസ്ബൻഡിന് അത് നിർത്തി പോരാനുള്ളൊരു സാഹചര്യം ഒരുക്കി തരണേ എന്ന്. ആ മൂന്നാമത്തെ പുതുക്കലിൽ തൊട്ടടുത്തുള്ള 3 മാസമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇതെല്ലാം ക്രമപ്പെടുത്തി തന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. ആദ്യമേ തന്നെ മോന് നേവിയിൽ അപ്ലൈ ചെയ്തത് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുറവുകളും നിറവുകളാക്കി അമ്മ ഓരോ എക്സാമിലും PFTയും ട്രിവാൻഡ്രത്ത് പോയത് എക്സാമൊക്കെ എല്ലാം അനുഗ്രഹിച്ച് പാസ്സാക്കി കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് മോൻ ഗോവയിൽ അവിടെ സ്ഥിരമായി തുടരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി അതിന് പറയുന്നു. പിന്നെ എൻ്റെ കാര്യം, കട എനിക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ 2.5 ലക്ഷത്തോളം വലിയൊരു കടമായിട്ടാണ് ഞാൻ ആ കട അടയ്ക്കുന്നത്. പക്ഷേ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിൻ്റെ കടം വീട്ടാനുള്ള വിധത്തിൽ ഒരു സാലറിയോടുകൂടി നല്ലൊരു ജോലി തന്ന് അമ്മ അനുഗ്രഹിക്കുകയുണ്ടായി. ഇപ്പോൾ ആ കടങ്ങളെല്ലാം ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ അമ്മ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും അതിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം, വിദേശത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്ക് അറബാവിയുടെ ഓഫീസിൽ ഹസ്ബൻഡ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അറബാവ് കമ്പനിയുടെ ഒരു കാര്യം അവിടെ ഡിക്ലെയർ ചെയ്തു. കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് പോകാവുന്ന വിധത്തിൽ അത് ഹസ്ബൻഡിന് അത് വേണ്ട, അവിടെ നിൽക്കേണ്ട എന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് ഒരുക്കി തന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് അതെല്ലാം അമ്മ റെഡിയാക്കി തന്നതാണ്. അമ്മ ഈശോ വഴി തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ 3 ഇവിടെ നിന്ന് അമ്മ വഴി ഈശോ നേടിത്തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്ന ശേഷം പ്രിൻസിന് മുന്നോട്ട് നിന്നു പോകാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം 14 വർഷത്തോളം നല്ല ഗ്യാപ്പായിരുന്നു. മരപ്പണിക്കാരനാണ്. പലയിടത്തും പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടി. ആ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിലിരുന്നിട്ട് ആകെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നത്, എനിക്കൊരു തച്ച് മുടങ്ങാതെ എന്നും ജോലി കിട്ടണേ മാതാവേ എന്നാണ്. ആ നിമിഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ ഒരു നല്ലൊരു കോൺട്രാക്ടറുടെ കീഴിൽ പണി മുടങ്ങാതെ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധാനപരമായി ജീവിച്ചു പോകാൻ ഞങ്ങളെ ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 8 വർഷത്തോളമായി യൂറിനൽ ഇൻഫെക്ഷനും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. അത് ഒത്തിരി മരുന്ന് കഴിച്ചു ഓയിൽമെൻറ്റ് വരട്ട് ഒരു മാറ്റവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഞാനൊരു സാക്ഷ്യത്തിൽ ഒരു അമ്മച്ചി ഈ ഉപ്പിട്ട് തൈലം ഉപയോഗിച്ച് ഇത് മാറിയ സൗഖ്യം പറഞ്ഞു. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഞാനും ഉടമ്പടി അല്ലേ, എനിക്കും അത് ഉപയോഗിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാനും കുളിക്കാനുള്ള വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ആ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിലും ഈ ഒരു സൗഖ്യം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത്. എനിക്കതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറി. ഇന്നെനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. ജോലി സ്ഥലത്താവട്ടെ എവിടെ ആവട്ടെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എവിടെയും പോകാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഈ അമ്മ വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 2024 മെയ് 5 ഇവിടെ വന്ന് ചോദിച്ചു. പിറ്റേ മാസം ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മയെ ഞങ്ങൾക്കൊരു കാറ് തരണേ എന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മയാണെന്ന്. മെയ് 5 ചോദിച്ചത് ജൂൺ 9 ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ജൂൺ 5 ഞങ്ങൾ പൈസ പോലും ഫുള്ള് കൊടുത്ത് തീർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാറ് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തന്നു അമ്മ. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. അമ്മച്ചിക്ക് 2016 തൊട്ട് ലിവർ സിറോസിസ് ഉള്ള വ്യക്തിയാണ്. അമ്മച്ചിക്ക് അതിൻ്റെ കൂടെ തന്നെ ഓവർ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഓവർ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ വീണ് പോയത് കണ്ടിട്ടാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നത്. അച്ഛനെ കണ്ടു. അച്ഛൻ മാതാവിനെ മുത്തിച്ചിട്ട് ഒരു ലോക്കറ്റ് തന്നു. ആ ലോക്കറ്റും കൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മച്ചിക്ക് കൈ മാറിയ നിമിഷം തൊട്ട് പൂർണ്ണ സൗഖ്യമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അമ്മച്ചിയുടെ ആ അവസ്ഥ മാറി. സ്വന്തമായിട്ട് അത് ക്ലീൻ ചെയ്യാനോ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ അവിടെ എല്ലാവരും പറയും അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട്. എല്ലാവർക്കും അത് അമ്മച്ചിനെ കാണുന്ന എല്ലാവരും ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അത് പറയും. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെയാണ് അങ്ങനെ തന്നെയായിരുന്നു.
പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാനും ഹസ്ബൻഡും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെല്ലും. അതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒത്തിരി കൊന്ത ചെല്ലാനുള്ള ഒരു അവസരമുള്ള ഒരു ജോലി സ്ഥലമാണ്. അവിടുത്തെ മേഡവും അങ്ങനെ തന്നെ, ചെല്ലുന്നതിലും പ്രാർത്ഥന കേൾക്കുന്നതിലൊന്നും ഒരു ഇതിനും പറയില്ല. അപ്പം ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്, എനിക്കറിയുന്നിടത്തും പള്ളിയിലും പറ്റുന്ന സ്ഥലത്തൊക്കെ. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ റോസി ചേച്ചി ബ്രദറും കൂടി എല്ലാ ആതുരാലയങ്ങളിലും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ എന്നും ജോലിക്ക് പോകുന്ന വഴി പൊതിച്ചോറ് അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള സമയം തൊട്ട് ഈ നിമിഷം വരെ ഒരു വലിയ തുകയൊന്നുമല്ല, ഒരു 1000 രൂപ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്ററിന് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ മുണ്ടമ്മലി പള്ളിയിൽ സേവർഗാൻ വട്ടയലച്ചൻ ദശാംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു ധ്യാനം നടത്തിയപ്പോൾ അത്ര നാൾ തോന്നാത്തത് ഒരു കാര്യം എനിക്ക് തോന്നി. ശമ്പളം കിട്ടുമ്പോൾ വലിയ ശമ്പളമൊന്നുമില്ല, എന്നാലും കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 500 രൂപ സാലറി എടുത്തിട്ട് വരുമ്പോൾ തന്നെ പള്ളിയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. മറവിയാൽ ഉപേക്ഷയാലും ഞാൻ എന്തെങ്കിലും സാക്ഷ്യത്തിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈശോയ്ക്കും അമ്മയോടും മാപ്പ് പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ്. CMS സഭയിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഹസ്ബൻഡും 3 പെൺകുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിച്ചു. മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. ഇളയ മോളാണ്. രണ്ടാമത്തെ മോൾ വന്നില്ല, ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ്. അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ്, അവിടുന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോട് ഒന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം എടുത്ത് തന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട്, ഈ പത്രം നിനക്ക് മനസ്സിലാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, നീ വായിച്ചിട്ട് നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനത് വായിച്ചിട്ട് ഞാൻ ആദ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമാതാവേ, എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല. ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിളിക്കണം. ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. അതിൻ പ്രകാരം ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 7/9/2024 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ 6 നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത്, ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത്. അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി 6 നിയോഗങ്ങളല്ല 6 കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മ മാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത്. അതിൽ എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. മോന് ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ, ഈ ക്രിസ്മസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോൻ എന്നെ വിളിച്ചു, അമ്മേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിന് കോടി നന്ദി പറഞ്ഞിട്ട് ഞാൻ
ഇരിക്കുന്ന റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്നും പറഞ്ഞില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഈ 2026 എന്നെ സാക്ഷ്യം പറയാൻ ഇനി അനുവദിക്കണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് പ്രകാരം ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൾത്താരയിൽ കയറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഇളയ മോള് LLBക്ക് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ്. ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്, ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. ആ 4 പ്രാവശ്യവും ലോൺ റിജക്റ്റ് ആയിപ്പോയി. 2022 കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത്. പക്ഷേ 4ാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി 7-ാം തീയതി സെപ്റ്റംബർ മാസം 2024 എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. 4 പ്രാവശ്യം റിജക്റ്റായി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ 4 മണിക്കൂറിനുള്ളിൽ പാസ്സായി. എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി. അവൾക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മുട്ടിന് വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്കൊരു ഡൗട്ട്, കാലിന് എന്നോട് പറഞ്ഞു എക്സ്റേയിലൊന്നും തെളിയുന്നില്ല, അതുകൊണ്ട് പോയി CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നി. ഞാൻ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശുരൂപം തൈലമൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് എൻ്റെ ബലവ്. അപ്പം ഞാൻ കാലിൻ്റെ മുട്ടയിൽ തന്നെ ഞാൻ തൈലവും തേച്ച് കാശുരൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ, ഞാൻ നിൻ്റെ ദാസിയാണ്. എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും CT സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും, അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ 2ാമത്തെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതോടൊപ്പം എനിക്കൊരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് വരികയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൺഡേ സ്കൂളിന് പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ്, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2015-20 ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാനത് മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നില്ല. ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതി ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. അപ്പോൾ എനിക്കറിയില്ല, കുറേ പേര് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടുന്നതിലൊരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്.
പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ചെന്ന് അവരെ കാണുകയും, അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 2 സ്നേഹക്കൂടുണ്ട്, പിന്നെ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശുപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എൻ്റെ മോക്ക് കൊടുക്കാം, ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, എൻ്റെ പേര് ജസ്ന ജോസഫ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഞാൻ 17/8/2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2022 ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് 2 തവണ റിജക്റ്റ് ആയിപ്പോയി. ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിനിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു, അതും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലിങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓക്കെ ആകും, വെയിറ്റ് ചെയ്യും, നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിബിൽ സ്കോർ അങ്ങ് കുറഞ്ഞു പോയി. എനിക്ക് 700 എബോ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോൺ അടയ്ക്കാതെ പോയി എനിക്ക് 600 താഴെയായിപ്പോയി എൻ്റെ സിബിൽ സ്കോർ. അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റ് ആയി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത് ലോൺ ആയിട്ടും അത് അടയ്ക്കാത്തതായിട്ടും എനിക്കിനി സിബിൽ സ്കോർ കൂടാനായിട്ട് 1, 2, 3 വർഷമൊക്കെ എടുക്കും, എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി. പക്ഷേ എങ്കിലും രണ്ടാമതൊരു പുതുക്കം വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ, നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമെന്ന് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ ഫോൺ എടുത്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് 640 കിടന്ന് എൻ്റെ സിബിൽ സ്കോർ 760 ഇൻക്രീസ് ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കതായി കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു. 4ാമത് പിന്നെ വെച്ചു. എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത്, കാരണം നമ്മൾ 2022 വെച്ച ലോണാണ്, അപ്പോൾ എൻ്റെ പല ബില്ലും ഞാൻ അടച്ച പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി, എനിക്കതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയുള്ളതിന് നോക്കാം, ഇനി 1 വർഷം കൂടെ ഉണ്ട്, ആ വർഷത്തിന് വേണേൽ ഫീസ് 2 സെമസ്റ്റർ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി തരാൻ പറ്റത്തില്ല, ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആ പെട്ടെന്ന് കോളേജിൽ നിന്ന് എടുത്ത് തരാനും പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴായിട്ട് അവർ പറഞ്ഞു അത് ഉറപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, എഴുതിക്കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും 2-3 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്ക് 4 തവണ റിജക്റ്റ് ആയ ലോണാണ്. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് മാതാവ് എനിക്കത് സാധ്യമാക്കി തന്നു. അത് എൻ്റെ കഴിവും കൊണ്ടല്ല, കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും പാസ്സായി കിട്ടത്തില്ല. എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4 തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത്. അപ്പോഴേക്കും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചത്. ഞാൻ 2 സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി.
പിന്നെ ഞാൻ എൻ്റെ LLB എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത്. ഓരോ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത്. കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും. എന്നിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. എണ്ണ വെച്ച് തൈലം വെച്ച് കുരിശും വരയ്ക്കും. അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ LLB എക്സാം 2nd ക്ലാസ്സോടെ പാസ്സായി. ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2025 ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലമെല്ലാം തേച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി. അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം, കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മളെ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും നന്ദി. മാതാവേ നന്ദി. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരിയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എൻ്റെ പേര് രഹ്ന. ഇതെൻ്റെ അമ്മ ജാൻസി. ഞാൻ വരുന്നത് പള്ളിത്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ നിന്നാണ്. ഞാനിവിടെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ചേച്ചി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഞങ്ങളുടെ വീട്ടിൽ നല്ല കഷ്ടപ്പാടായിരുന്നു. എൻ്റെ അപ്പന് പണിയില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പുറത്തു പോയി വിദേശത്ത് ജോലി കിട്ടണം, എന്നാലേ ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ വെച്ചത് എനിക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് അത്രത്തോളം എക്സ്പീരിയൻസോ 2 ഇയർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുറത്തോട്ട് പോകുന്ന എല്ലാവരും, ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പുറത്ത് പോവുകയും വേണം, എൻ്റെ വീട് രക്ഷിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഉടമ്പടി എടുത്തിട്ടാണെങ്കിലും ഒത്തിരി വട്ടം എനിക്ക് ഉടമ്പടി കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു മാതാവിൽ. അങ്ങനെ ഞാൻ പത്രം കൊടുക്കും, എല്ലാം ചെയ്യും. പത്രം കൊടുക്കാനൊക്കെ ആദ്യം മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ ഞാൻ പത്രം കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉടമ്പടിയിൽ ഞാൻ ജീവിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് എക്സാം ഉണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും റിസൈൻ ചെയ്ത് വീട്ടിലിരുന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് എനിക്ക് റിസൈൻ ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ റൂമിലിട്ടിരുന്ന ഫാൻ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ അന്ന് ഉച്ച മുതൽ ആരോ എന്നോട് പറയുന്നുണ്ട് ഈ ഫാൻ പൊട്ടി വീഴുമെന്ന് എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായി എൻ്റെ മനസ്സിൽ. അങ്ങനെ രാത്രി 1 മണിയായി. അപ്പോൾ സാധാരണ ഞാനൊരു 12 മണിക്ക് മുന്നേക്ക് ഉറങ്ങും. ഞാൻ അന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല. ഞാനത് മാതാവ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ആ ഫാൻ ആ സമയത്ത് 1 മണി കഴിഞ്ഞ സമയത്ത് അത് ഡയറക്റ്റ് അത് ലീഫൊന്നുമല്ല പൊട്ടി വീണത്, കംപ്ലീറ്റോടെ അത് താഴോട്ട് വീണു. ഞാൻ അന്നെങ്ങാനും ഉറങ്ങിപ്പോയിരുന്നെങ്കിൽ ഡയറക്റ്റ് അതിൻ്റെ ചെസ്റ്റിൽ വീഴും, ഞാൻ അപ്പോൾ ഡെത്താവും. ഹോസ്റ്റലിലാണെങ്കിൽ ഞാൻ ഒറ്റക്കാണ്, ആരും എൻ്റെ കൂടെ ഇല്ല. പക്ഷേ ഞാൻ ഉറങ്ങാഞ്ഞത് കൊണ്ട് ലീഫ് എൻ്റെ തലയിൽ തട്ടി തെറിച്ചു പോയി. ഫാൻ അതേപോലെ തന്നെ ബെഡിലോട്ട് വീണ്.
അതുകൊണ്ട് അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് എനിക്ക് വേറെ പ്രശ്നം, ചെറുതായിട്ട് ഇവിടെ ഒരു ബ്ലീഡിങ് പോലെ വന്നതല്ലാതെ, ഞാൻ മെഡിക്കൽ ഫീൽഡാണ്, അപ്പോൾ എനിക്ക് അറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, ഭാവിയിലായിരിക്കും നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ എനിക്കൊരു ഒരു തലവേദന അല്ലാതെ വേറൊരു പ്രശ്നവും വരാണ്ട് മാതാവ് എന്നെ സംരക്ഷിച്ചു അവിടെ നിന്ന്. എനിക്ക് അന്ന് എനിക്ക് വിഷമം തോന്നിയോ, മാതാവ് എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. പിന്നീട് ഞാൻ മനസ്സിലാക്കി മാതാവ് എന്നെ സംരക്ഷിച്ചതാണ് ആ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഫാൻ കംപ്ലൈൻ്റ് ആണെന്ന്. എന്നിട്ടും ആ ഒരു അത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ സംരക്ഷിച്ചു. അങ്ങനെ ആ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാൻ റിസൈൻ ചെയ്ത് വീട്ടിലോട്ട് വന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഞാൻ റേഡിയോഗ്രാഫറാണ്, അപ്പോൾ എനിക്ക് സൗദിയിലോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചതും എനിക്ക് ഈ വർഷം അവസാനത്തോടു കൂടി സൗദിയിൽ റേഡിയോഗ്രാഫറായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ വെക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞു. പ്രോസസ്സിങ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്തൊരു പരീക്ഷണം വന്നത്. സൗദിയിൽ ഇപ്പോൾ റേഡിയോഗ്രാഫേഴ്സിനെ എടുക്കുന്നില്ല, അവിടെ വേക്കൻസി ഇല്ല. അപ്പോൾ ഞാൻ പിന്നെയും വല്ലാത്തൊരവസ്ഥയിലായി. നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പേപ്പർ വർക്കുകളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ലൈസൻസും കിട്ടിയിട്ട് നമുക്ക് വേക്കൻസി ഇല്ല എന്ന് പറയുന്നത് അത്രത്തോളം വിഷമകരമാണ്. അപ്പോൾ ഞാൻ ഓർത്തു വേറെ രാജ്യത്തേക്ക് നോക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ മനസ്സിലാരോ പറഞ്ഞു, കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യ്, വരും, വേക്കൻസി വരും. അങ്ങനെ ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ ഏജൻസിയിലും കോണ്ടാക്ട് ചെയ്തു, അവിടെ ഒന്നും വേക്കൻസി ഇല്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഏജൻസിയിൽ നിന്ന് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു. അങ്ങനെ ഞാനതിന് അപ്ലൈ ചെയ്തു. അപ്പോഴും എനിക്കിത് കിട്ടും, എനിക്കുള്ളതാണതെന്ന് ഒന്നും എൻ്റെ മനസ്സിലില്ല. അങ്ങനെ ഞാനത് അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ്, കാരണം എൻ്റെ സീനിയേഴ്സ് ആരും സൗദി എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല അവിടെ, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഞാൻ ഒറ്റക്കാണ് എല്ലാം ചെയ്യുന്നത്, ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇൻ്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷേ എന്തോ മാതാവ് പറയുന്ന പോലെ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന സാറ് മലയാളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ നന്നായിട്ട് സംസാരിച്ചു. എന്നെ ടെൻഷൻ അടിപ്പിക്കുന്ന ചോദ്യങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും വലിയ പാടില്ലാതെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. സാധാരണ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറയും നിങ്ങളെ ഞങ്ങൾ അറിയിക്കാന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ സാറിനോട് പറഞ്ഞു തനിക്ക് ഞാൻ ഓഫർ ലെറ്റർ അയക്കാം, ഏജൻസിയിൽ പറഞ്ഞേക്കാം, ഓഫർ ലെറ്റർ അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളിരുന്ന് സംസാരിക്കുക എന്ന് പറയുന്നത്, ഞാനത് മാതാവാണത് എന്നോട് സംസാരിച്ചതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ആ സാറിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ് സൗദിയിലോട്ട് റേഡിയോഗ്രാഫറായിട്ട്. മാതാവിന് ഒത്തിരി നന്ദി. അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ള അമ്മച്ചിയുടെ കാര്യമാണ്. എൻ്റെ അമ്മച്ചിക്ക് 1 വർഷത്തോളമായിട്ട് നല്ല തോളുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു. തീരെ വയ്യായിരുന്നു, കൈയൊന്നും പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുൾ ടൈം കോളർ ഇടണം, 3 മാസത്തോളം കോളർ ഇട്ട് റെസ്റ്റ് എടുക്കണം, കിടക്കുമ്പോഴും കോളർ ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കൊണ്ട് എൻ്റെ അമ്മച്ചിക്ക് അധികം നാൾ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 ആഴ്ചയൊക്കെ അമ്മച്ചി കോളർ ഇട്ടിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചിയുടെ കഴുത്ത് വേദന മാറി. ഇപ്പോൾ കോളർ ഇടുന്നില്ല, ഇപ്പോൾ ആ വേദനയില്ല. ആ വേദന എവിടെ പോയെന്നോ അതിൻ്റേതായിട്ടുള്ള ഒരു നീരോ കാര്യങ്ങളോ ഒന്നും തന്നെ അമ്മച്ചിക്കില്ല. മാതാവ് അങ്ങനെയും അമ്മച്ചീനെ അവിടെ നിന്ന് സംരക്ഷിച്ചു. ഞാൻ ഉടമ്പടി തൈലം കഴുത്തിൽ പൂശി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മച്ചിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ അപ്പനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് തീരെ പണിയില്ലായിരുന്നു, എപ്പോഴും കഷ്ടപ്പാടായിരുന്നു. അപ്പം ഞാനും കൂടി റിസൈൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും തീരെ പണിയില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോട്. അപ്പോൾ എൻ്റെ അപ്പനാണെങ്കിൽ ഇപ്പോൾ പണിയുണ്ട്, അപ്പനും അമ്മച്ചിക്കും ആരോഗ്യം ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ട് പോകുന്നു. അപ്പോൾ മാതാവിന് ഒത്തിരി നന്ദി. ഞാൻ ഈ ജനുവരി 13 പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് പോകുന്നത്. ഇന്ന് വന്ന് ഉടമ്പടി പുതുക്കി.
അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഞാൻ ഉറപ്പിച്ചതാണ്, എൻ്റെ നിയോഗങ്ങളൊക്കെ സാധിച്ചാലും ഞാൻ ഒരിക്കലും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. അതിനൊത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ചെയ്യണേന്. അങ്ങനെ ഞാൻ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കും. യേശുവെ നന്ദി, മാതാവേ നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തത് പത്രം കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ദിവസം ഇറങ്ങി ഒരാൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പത്രം കൊടുത്ത് അയാളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ എന്നെപ്പോലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മടിയുണ്ടാകും പത്രം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ, പുറത്തിറങ്ങി കൊടുക്കാനൊക്കെ മടിയുണ്ടാകും. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മടിക്കരുത്. നിങ്ങൾ മടി കൂടാണ്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് ദൈവം തരും, മാതാവ് തരും. പിന്നെ ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവിടെയുള്ള എല്ലാ രോഗികളോടും നല്ല രീതിക്ക് എൻ്റെ ഒരു ദേഷ്യമൊന്നും അവരിൽ കാണിക്കാണ്ട് എന്ത് ചോദിച്ചാലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാക്സിമം അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ബ്ലഡ് കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ്. പിന്നെ എല്ലാ ദിവസവും പള്ളി പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പോകുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു 2 ആഴ്ച കൂടിയിട്ട്. അതൊക്കെയാണ് ഞാൻ ആത്മീയ